Hi friends, welcome to my YouTube channel H Media. Max Beginner to Advanced Tutorials in 47th lesson ആണിത്. ഈ ഒരു ലെസണിലൂടെ മൾട്ടിപ്പിൾ വ്യൂസ് ബാച്ച് റെൻഡറിങ്ങിലൂടെ എങ്ങനെ ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. ബാച്ച് റെൻഡറിങ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനായി ഈ ഒരു സീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്താണ് ബാച്ച് റെൻഡറിങ്, എന്തിനാണ് നമ്മൾ ബാച്ച് റെൻഡറിങ് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ലെസണിലൂടെ ചെക്ക് ചെയ്യാം. ഒരു സീനിൽ ഒന്നിൽ കൂടുതൽ ക്യാമറകൾ നമ്മൾ യൂസ് ചെയ്ത് റെൻഡർ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു റെൻഡർ കഴിഞ്ഞ ശേഷം അടുത്ത റെൻഡർ ചെയ്യുന്നതിനായി നമുക്ക് വെയിറ്റ് ചെയ്യാതെ തന്നെ ബാച്ച് റെൻഡർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റെൻഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിലൂടെ നമുക്ക് ഒന്നിൽ കൂടുതലുള്ള വ്യൂസ് ഈസിയായി റെൻഡർ ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ബാച്ച് റെൻഡർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനായി ഞാൻ ഈ ഒരു സീനിൽ 2 ക്യാമറകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു 2 ക്യാമറകൾ എങ്ങനെ നമുക്ക് ബാച്ച് റെൻഡറിങ്ങിലൂടെ റെൻഡർ ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ഈ ഒരു സീനിൽ 2 ടൈപ്പ് ക്യാമറകളാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു ലാൻഡ്സ്കേപ്പ് വ്യൂ, ഒരു പോർട്രേറ്റ് വ്യൂ. ഈ ഒരു വ്യൂ ലാൻഡ്സ്കേപ്പ് മോഡിലും ക്യാമറ 2 എന്ന ഈ ഒരു വ്യൂ പോർട്രേറ്റ് മോഡിലുമാണ് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് ഈ ഒരു 2 വ്യൂ ബാച്ച് റെൻഡറിങ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ റെൻഡർ ചെയ്യാമെന്ന് നോക്കാം. ബാച്ച് റെൻഡറിങ് ചെയ്യുന്നതിനായി മെനു ബാറിൽ റെൻഡറിങ് എന്ന ഈ ഒരു ടാബിൽ ബാച്ച് റെൻഡർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യാം. ആഡ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ആഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിലേക്ക് ഒരു വ്യൂ എന്ന ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാം. ഈ ഒരു വ്യൂവിന് പകരം നമുക്ക് ക്യാമറ 1, ക്യാമറ 2 എന്നോ അതല്ല നമ്മൾ ഈ ഒരു ക്യാമറയ്ക്ക് ഒരു പേര് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പേര് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ക്യാം 001 എന്നാണ് സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഒരു റെൻഡർ സേവ് ചെയ്യുന്നതിനായി ഇവിടെ ഔട്ട്പുട്ട് പാത്ത് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. നമുക്കിതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ എവിടെയാണോ ഈ ഒരു റെൻഡർ ഔട്ട്പുട്ട് സേവ് ചെയ്യുന്നത് അവിടെ നമുക്ക് ഇതിൻ്റെ ഫയൽ നെയിം സെറ്റ് ചെയ്യാം. ഞാനിവിടെയും ക്യാം 001 എന്നാണ് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ഏത് പേരിലാണോ സേവ് ചെയ്യേണ്ടത് ആ ഒരു പേര് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിവിടെ സേവ് എസ് ടൈപ്പിൽ നമ്മൾ ഏത് ഫോർമാറ്റിലാണോ സേവ് ചെയ്യുന്നത് ആ ഒരു ഫോർമാറ്റ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിവിടെ JPEG, PNG, TIFF, ടാർഗ അങ്ങനെ ഏത് ഫോർമാറ്റ് വേണമെങ്കിലും നമുക്ക് കൊടുത്തുകൊണ്ട് സേവ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഈ ഒരു JPEG എന്ന ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ സേവിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നമുക്ക് ഈ ഒരു JPEG ഇമേജ് കൺട്രോൾ എന്ന ഈ ഒരു ഓപ്ഷൻ വരും. നമുക്കിവിടെ ഓക്കെ പ്രസ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാം. നമ്മളിവിടെ ഈ ഒരു ക്യാം 1 എന്ന പേരിൽ ഒരു വ്യൂ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മളുടെ ഈ ഒരു ക്യാമറ സെലക്ട് ചെയ്യാം. നമുക്കിവിടെ ക്യാമറ എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ ഏതാണ് നമ്മളുടെ ക്യാമറ എങ്കിൽ ആ ഒരു ക്യാമറ നമുക്കിവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഒരു വ്യൂവിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഫിസിക്കൽ ക്യാമറ 001 എന്ന ഈ ഒരു ഓപ്ഷനാണ്. ഇവിടെ നിന്ന് നമുക്കിത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ക്യാമറയെ നമുക്കിവിടെ നിന്ന് സെലക്ട് ചെയ്യാം. നമ്മളുടെ ഈ ഒരു ബാച്ച് റെൻഡറിങ്ങിനായുള്ള ഫസ്റ്റത്തെ വ്യൂ നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തതായി നമുക്കിവിടെ ആഡ്, ഡ്യൂപ്ലിക്കേറ്റ്, ഡിലേറ്റ് എന്ന ഈ ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ആഡിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നെക്സ്റ്റ് ഒരു വ്യൂ ആഡ് ആവുകയും നമുക്ക് ഈ ഒരു വ്യൂവിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്സ് ഫോളോ ചെയ്യുകയും അതിനുശേഷം നമ്മൾ ഈ ഒരു ക്യാമറ എന്ന ഈ ഒരു ഓപ്ഷനിൽ നിന്ന് നമ്മളുടെ ഒരു സെക്കൻഡ് ക്യാമറ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു ആഡിന് പകരം ഡ്യൂപ്ലിക്കേറ്റ് എന്ന ഈ ഒരു ഓപ്ഷനും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്കിത് എന്താണെന്ന് ചെക്ക് ചെയ്യാം. ഞാനിത് സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഡിലേറ്റിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഇവിടെ ഞാൻ ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എന്ന പേരിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ ഒരു സെയിം സെറ്റിങ്ങിൽ നമുക്കിവിടെ സെക്കൻഡ് വ്യൂ ഇവിടെ സെറ്റ് ആയിരിക്കുകയാണ്. അതുപോലെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത സെയിം പാത്ത് തന്നെ നമുക്കിവിടെ വീണ്ടും ലഭിച്ചിരിക്കുകയാണ്. ഫിസിക്കൽ ക്യാമറ 1ന് പകരം ഫിസിക്കൽ ക്യാമറ 2 എന്ന ഈ ഒരു ക്യാമറ നമുക്ക് സെലക്ട് ചെയ്യാം. അടുത്തായി നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു 2 വ്യൂവും 2 സൈസിലാണ് ഇവിടെ റെൻഡർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റത്തെ ക്യാമറ വ്യൂ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് HD വ്യൂ ആണ്. HD വ്യൂ വിഡ്ത്ത് 1920 1080 എന്ന ഈ ഒരു സൈസിലാണ് ഞാൻ റെൻഡർ ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് വ്യൂ നമുക്ക് ചെക്ക് ചെയ്യാം. ഫിസിക്കൽ ക്യാമറ 2 ഞാനിവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുകയാണ്. നമ്മൾ ഇതിൻ്റെ സൈസ് ഇവിടെ നിന്ന് കസ്റ്റമാണ് സെറ്റ് ചെയ്യുന്നത്.
1000 by 1000 ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്കിതുപോലെ ഒരു വ്യൂ ആണ് നമ്മൾ റെൻഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് റെൻഡർ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു ബാച്ച് ക്യാമറ എന്ന ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് സാധ്യമാണ്. ഇവിടെ നമുക്ക് ഓവർറൈറ്റ് പ്രിസെറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ നിന്ന് ഞാൻ ഈ ഒരു ക്യാം 2 എന്ന ഈ ഒരു സെക്കൻഡ് വ്യൂ സെലക്ട് ചെയ്യുകയാണ്. നമ്മൾ ഈ ഒരു ഓവർറൈറ്റ് പ്രിസെറ്റ് ഇവിടെ ആക്റ്റീവ് ചെയ്യുമ്പോൾ നമുക്കിതിൽ നമ്മൾ ചെയ്യുന്ന ഈ ഒരു റെൻഡറിന്റെ വിഡ്ത്ത് ഹൈറ്റ് നമുക്കിവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ 1000 by 1000 ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ നിന്ന് ക്യാമറ 1 എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു വ്യൂ HD വ്യൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു വ്യൂ ഇവിടെ ഓവർറൈറ്റ് പ്രിസെറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു വാല്യൂ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇത് ആക്റ്റീവ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ ഒരു റെൻഡർ സെറ്റപ്പിൽ ഏത് സൈസാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ആ ഒരു സൈസിലാണ് നമ്മുടെ ഈ ഒരു വ്യൂ റെൻഡർ ആവുക. നമുക്ക് ഈ ഒരു HD വീഡിയോ 1920 1080 എന്ന ഈ ഒരു സൈസിലാണ് നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് ക്യാമറ നമുക്ക് റെൻഡർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഫസ്റ്റ് ക്യാമറ ഈ ഒരു വ്യൂവിൽ ഓവർറൈറ്റ് പ്രിസെറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നില്ല. നമുക്ക് ഈ ഒരു ക്യാം 2ൽ ക്ലിക്ക് ചെയ്യാം. നമ്മളിവിടെ ഓവർറൈറ്റ് പ്രിസെറ്റ് ആക്റ്റീവ് ചെയ്തുകൊണ്ട് 1000 by 1000 എന്ന ഈ ഒരു സൈസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ പ്രിസെറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ബാച്ച് റെൻഡറിങ് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ച് റെൻഡറിങ്ങിൽ നമുക്ക് റെൻഡർ ഔട്ട്പുട്ട് മാത്രമേ സേവ് ആവുകയുള്ളൂ. നമ്മളിവിടെ റെൻഡർ ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ റെൻഡർ എലമെന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ നമ്മൾ റെൻഡർ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ഒരു എലമെന്റ് സെപ്പറേറ്റ് സേവ് ആവുകയില്ല. അതിന് പകരം നമ്മൾ റെൻഡർ ചെയ്ത ആ ഒരു വ്യൂ മാത്രമാണ് നമുക്ക് സേവായി ലഭിക്കുക. ഇതാണ് ബാച്ച് റെൻഡറിങ് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു പ്രോബ്ലം നമുക്ക് ഈ ഒരു പ്രിസെറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ ക്യാമറ 1 എന്ന ഈ ഒരു ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഡിനോയ്സർ, എക്സ്ട്രാ ടെക്സ്റ്റ്, റിഫ്ലക്ഷൻ തുടങ്ങിയ എലമെന്റ്സ് നമ്മളിവിടെ ആഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു 2 വ്യൂ റെൻഡർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു 3 എലമെന്റ്സ് ആണ് സെപ്പറേറ്റ് ആയി നമുക്ക് സേവ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു റെൻഡർ സെറ്റിംഗ്സിൽ വീറെ എന്ന ഈ ഒരു ടാബ് സെലക്ട് ചെയ്യാം. അതിൽ ഗ്ലോബൽ സ്വിച്ചസ് ഈ ഒരു ടാബിൽ നമുക്കിവിടെ സെപ്പറേറ്റ് റെൻഡർ ചാനൽസ് എന്ന ഈ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമുക്കിതിൽ സെപ്പറേറ്റ് റെൻഡർ ചാനൽസ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം പാത്ത് സെറ്റ് ചെയ്യുന്നതിനായി നമുക്കിവിടെ ഈ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ ക്യാം 1 എന്ന പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഫയൽ നെയിമായി സെയിം പേര് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ സേവ് എസ് ടൈപ്പിൽ നിന്ന് ഏത് ഫോർമാറ്റിലാണ് നമുക്ക് സേവ് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു ഫോർമാറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ സേവിൽ ക്ലിക്ക് ചെയ്ത് ഇത് സെറ്റ് ചെയ്യാം. നമ്മൾ ഈ ഒരു ഔട്ട്പുട്ട് പാത്ത് ഇവിടെ സെറ്റ് ആയിരിക്കുകയാണ്. അതുപോലെ നമ്മൾ കോമൺ എന്ന ഈ ഒരു ടാബിൽ നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് സൈസും ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ ഒരു വ്യൂ ടു റെൻഡർ എന്ന ഈ ഒരു ഓപ്ഷനിൽ നമ്മളുടെ ഈ ഒരു ക്യാമറ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് പ്രിസെറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു ചെയ്ത സെറ്റിംഗ്സ് നമുക്കിവിടെ സേവ് ചെയ്യാം. ഞാനിവിടെ സേവ് പ്രിസെറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഈ ഒരു പ്രിസെറ്റിനെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിലേക്ക് സേവ് ചെയ്യാം. ഞാനിവിടെ ക്യാം 1 എന്ന പേരിൽ തന്നെയാണ് ഈ ഒരു പ്രിസെറ്റിന് പേര് കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു പ്രിസെറ്റ് കാറ്റഗറിയിൽ ഈ ഒരു ഓപ്ഷൻസ് എല്ലാം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം സേവ് കൊടുക്കുകയാണ്. നമ്മൾ ഈ ഒരു പ്രിസെറ്റിൽ നമ്മൾ കൊടുത്ത ഈ ഒരു പേരിൽ നമുക്കിവിടെ ഈ ഒരു പ്രിസെറ്റ് ഇവിടെ സേവ് ആയതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ബാച്ച് റെൻഡറിൽ വന്ന് നമ്മളുടെ ഈ ഒരു ക്യാം 1 സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു പ്രിസെറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു പ്രിസെറ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അടുത്തതായി നമ്മളുടെ ക്യാം 2ന് വേണ്ടി നമുക്ക് അടുത്ത പ്രിസെറ്റ് സെറ്റ് ചെയ്യാം. അതിനായി ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു സെക്കൻഡ് ക്യാമറ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു റെൻഡർ സെറ്റപ്പിലേക്ക് വരാം. ഇവിടെ നിന്ന് ഞാൻ ഇതിൻ്റെ ഔട്ട്പുട്ട് സൈസാണ് ആദ്യം സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കസ്റ്റം സെറ്റ് ചെയ്യുന്നു. ഇവിടെ ഞാൻ കസ്റ്റം ആക്കിയപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത 1000 by 1000 എന്ന ഈ ഒരു സൈസ് നമുക്കിവിടെ ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു വീറെ എന്ന ഈ ഒരു ടാബിൽ സെപ്പറേറ്റ് റെൻഡർ ചാനൽസ് നമുക്കിവിടെ ആക്റ്റീവ് ആണ്. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത സെയിം ഔട്ട്പുട്ട് പാത്താണ് ഇവിടെ സെലക്ട് ആയിരിക്കുന്നത്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ ഈ ഒരു ഔട്ട്പുട്ട് പാത്ത് നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിലേക്ക് ചേഞ്ച് ചെയ്യാം. ഞാനിവിടെ ക്യാം 2 എന്ന പേരിലാണ് ഈ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫയൽ നെയിം ഞാനിവിടെ സെയിം ക്യാം 2 എന്ന പേരിൽ
സെറ്റ് ചെയ്യുകയാണ്. സേവ് ആസ് ടൈപ്പിൽ JPEG തന്നെയാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് സേവ് ചെയ്യാം. ഓക്കെ പ്രസ് ചെയ്യുന്നു. നമ്മൾ ഈ ഒരു സെക്കൻഡ് ക്യാമറയുടെ ഔട്ട്പുട്ട് പാത്തും നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു പ്രിസെറ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്ത ഈ ഒരു സെറ്റിങ്സിനെ നമുക്കിവിടെ സേവ് ചെയ്യാം. സേവ് പ്രിസെറ്റ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ക്യാമറ 2 എന്ന പേരിൽ ഈ ഒരു പ്രിസെറ്റിനെ സേവ് ചെയ്യാം. നമ്മൾ ആ ഒരു ഫോൾഡറിലേക്ക് ഈ ഒരു പ്രിസെറ്റും കൂടി സേവ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ബാച്ച് റെൻഡറിൽ ഈ ഒരു സെക്കൻഡ് ക്യാമറ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ ഒരു പ്രിസെറ്റിൽ നിന്ന് നമ്മൾ ഈ ഒരു ക്യാം 2 എന്ന പേരിൽ സെറ്റ് ചെയ്ത ഈ ഒരു പ്രിസെറ്റ് ഇവിടെ നിന്ന് ലോഡ് ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു റെൻഡർ സെറ്റപ്പ് ഇവിടെ നിന്ന് ക്ലോസ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ഈ ഒരു ക്യാം 1 ഇവിടെ സെലക്ട് ചെയ്യാം. നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് പാത്ത് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ക്യാം 1ൽ സെലക്ട് ചെയ്ത് ഇവിടെ നിന്ന് സേവ് സെറ്റ് ചെയ്യാം. ഇവിടെ നമുക്കിതിൻ്റെ പ്രിസെറ്റ് അതുപോലെ ക്യാമറ തുടങ്ങിയവയുടെ നമുക്ക് സെറ്റ് ആയതായി ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമുക്കിതിൻ്റെ ക്യാം 2 എന്ന ഈ ഒരു വ്യൂ സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഈ ഒരു ഔട്ട്പുട്ട് പാത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്യാം 2 എന്ന ഈ ഒരു ഫോൾഡർ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കിതിലേക്ക് സേവ് സെറ്റ് ചെയ്യാം. പ്രിസെറ്റ് ഇവിടെ കാണാൻ സാധിക്കും, ക്യാമറ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്കിത് റെൻഡർ ചെയ്യുന്നതിനായി ഈ ഒരു ബാച്ച് റെൻഡറിൽ നിന്ന് ഇവിടെ റെൻഡറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു റെൻഡർ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു റെൻഡറിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ ഈ ഒരു ബാച്ച് റെൻഡറിങ് സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. നമുക്കിവിടെ ബാച്ച് റെൻഡർ ഇൻ പ്രോഗ്രസ് എന്ന ഈ ഒരു വിൻഡോ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ഈ ഒരു ഫസ്റ്റത്തെ വ്യൂ ബാച്ച് റെൻഡറിങ്ങിലൂടെ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ബാച്ച് റെൻഡറിങ് എന്ന ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് എത്ര വ്യൂസ് ഉണ്ടെങ്കിലും നമുക്ക് ഈസിയായി റെൻഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു ബാച്ച് റെൻഡർ ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മുടെ ഈ ഒരു റെൻഡറിങ് പാസസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഈ ഒരു ബാച്ച് റെൻഡറിങ് യൂസ് ചെയ്തുകൊണ്ട് ഈസിയായി മൾട്ടിപ്പിൾ വ്യൂസ് റെൻഡർ ചെയ്യുവാനും അതിൻ്റെ റെൻഡർ എലമെൻറ്റ്സ് സേവ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.